എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഹിസ്റ്ററീൻ്റെ ഒരു പോർഷൻ നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്തത് നോക്കാൻ പോകുന്നത് ബയോളജിയിലെ നമ്മളുടെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്നുള്ള ആ ഭാഗത്ത് നിന്നുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. അതിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മസ്തിഷ്കത്തെക്കുറിച്ചാണ്. നമ്മളുടെ ബ്രെയിനിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ പോയിൻറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് നോക്കുന്നത്. ഈ മസ്തിഷ്കം ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മളുടെ നാഡീവ്യവസ്ഥയുമായിട്ടാണ്. നമ്മൾ ശരീരത്തിലെ വ്യവസ്ഥകളെക്കുറിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നാഡീവ്യവസ്ഥയും നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് നമ്മളുടെ ഈ മസ്തിഷ്കത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ആ മസ്തിഷ്കത്തെക്കുറിച്ച് നമുക്ക് അറിയേണ്ടതെല്ലാം എല്ലാ പോയിൻറ്റ്സുമാണ് നമ്മളിന്ന് നോക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഞാനിവിടെ സ്ലൈഡിൽ കൊടുക്കാത്തത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നുണ്ടാവാം. അപ്പോൾ ആ പോയിൻറ്റ്സ് എല്ലാം തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ടും കൂടി ഒന്ന് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മസ്തിഷ്കത്തിൻ്റെ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. മസ്തിഷ്കം അറിയപ്പെടുന്നത് നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്നാണ്. മസ്തിഷ്കം അറിയപ്പെടുന്നത് നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്നാണ്. അതുപോലെ തന്നെ നാഡീവ്യവസ്ഥയിലെ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് മസ്തിഷ്കം. നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ അല്ലെങ്കിൽ നാഡീകോശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് മസ്തിഷ്കം. എന്താണ് ഈ നാഡീകോശം? എന്താണ് നാഡീകോശം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നത് നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം എന്നുള്ളത് പറയാൻ പറ്റും. നാഡീകോശത്തിൻ്റെ പിക്ചർ കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ പിക്ചർ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അപ്പം അതൊന്ന് ഗൂഗിൾ ചെയ്തിട്ട് ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. ഈ നാഡീകോശത്തിന് കോശശരീരം, ആക്സോണൈറ്റ്, ഡെൻഡ്രോണ്, ഡെൻഡ്രൈറ്റ്, പിന്നെ ഒരു സിനാപ്റ്റിക് നോബ്, ശ്വാൻ കോശം എന്നിവയൊക്കെയുണ്ട്. എന്നിവയൊക്കെയാണ് ന്യൂറോണിൻ്റെ പ്രധാന ഭാഗങ്ങളായിട്ട് പറയുന്നത്. കോശശരീരം, ആക്സോണൈറ്റ്, ഡെൻഡ്രോണ്, ഡെൻഡ്രൈറ്റ്, സിനാപ്റ്റിക് നോബ്, ശ്വാൻ കോശം. ഈ നാഡികളിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളെ നമ്മൾ പറയുന്നത് ആവേഗങ്ങൾ എന്നുള്ളതാണ്. കോശശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് വഹിച്ചു കൊണ്ടുപോകുന്നത് ആക്സോൺ ആണ്. അത് ശരിക്കും അതിൻ്റെ പിക്ചർ കണ്ട് പറഞ്ഞു തരുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പോൾ ഞാനത് അടുത്ത ക്ലാസ്സിൽ ഈ നാഡീകോശത്തിൻ്റെ ഒരു പിക്ചർ വെച്ചിട്ട് അത് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, നമ്മളുടെ ഈ നാഡീവ്യവസ്ഥേൻ്റെ തന്നെ അടിസ്ഥാന ഘടകമാണ് ഈ നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺ എന്ന് പറയുന്നത്. ഈ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് നമ്മളുടെ മസ്തിഷ്കം എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മളുടെ തലച്ചോറിനെ കുറിച്ച് അല്ലെങ്കിൽ മസ്തിഷ്കത്തെക്കുറിച്ച് അല്ലെങ്കിൽ ബ്രെയിനിനെ കുറിച്ചുള്ള പഠനമാണ് ഫ്രീനോളജി. മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനമാണ് ഫ്രീനോളജി എന്ന് പറയുന്നത്. നമ്മളൊരു മനുഷ്യന് 8 വയസ്സിലാണ് മസ്തിഷ്കത്തിൻ്റെ വളർച്ച പൂർത്തിയാകുന്നത്. 8 വയസ്സിലാണ് അമ്മയുടെ വയറ്റിൽ നിന്ന് വളരാൻ തുടങ്ങിയിട്ട് നമ്മൾ പുറത്തെത്തി 8 വയസ്സ് കഴിഞ്ഞ ശേഷമായിരിക്കും ഈ മസ്തിഷ്കത്തിൻ്റെ വളർച്ച പൂർത്തിയാകുന്നത്. ഇനി ഈ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു അസ്ഥിയുണ്ട്. അതാണ് നമ്മൾ കപാലം എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ തലയോട്. കപാലം അല്ലെങ്കിൽ തലയോടാണ് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി. ഈ കപാലത്തെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് ക്രാനിയോളജി ആണ് കേട്ടോ. തലച്ചോറിനെ കുറിച്ചുള്ള പഠനമാണ് ഫ്രീനോളജി. എന്നാൽ ആ കപാലത്തെക്കുറിച്ചുള്ള പഠനമാണ് ക്രാനിയോളജി. ഈ കപാലത്തിൽ മൊത്തം 8 അസ്ഥികളാണ് ഉള്ളത്. അതിങ്ങനെ കൺജോയിൻ്റ് ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചേർത്തിരിക്കുന്നത് പോലെയുള്ള 8 അസ്ഥികളാണ് നമ്മളുടെ ഈ തലയോട്ടി അല്ലെങ്കിൽ കപാലത്തിൽ ഉള്ളത്. ഈ പ്രായപൂർത്തിയായ ഒരു ആളിൻ്റെ തലച്ചോറിൻ്റെ ശരാശരി ഭാരം എന്ന് പറയുന്നത് 1400 ഗ്രാം ആണ്. 1400 ഗ്രാം ആണ് പ്രായപൂർത്തിയായ ഒരാളിൻ്റെ തലച്ചോറിൻ്റെ ശരാശരി ഭാരം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥിയാണ് കപാലം അല്ലെങ്കിൽ തലയോട് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. അതിൻ്റെ ഇംഗ്ലീഷ് നെയിമാണ് ക്രേനിയം. കപാലം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് പേരാണ് ക്രേനിയം. അതുപോലെ തന്നെ തലയോട്ടിയിലെ കട്ടിയുള്ള ചർമ്മമാണ് നമ്മൾ സ്കാൽപ്പ് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മളുടെ മുടിയെല്ലാം വളരുന്നത്. തലയോട്ടിയിലെ കട്ടിയുള്ള ചർമ്മമാണ് സ്കാൽപ്പ് എന്നുകൊണ്ട് പറയുന്നത്.
ഇനി നാം ശ്വസിക്കുന്ന ഓക്സിജൻ്റെ 20% ഉപയോഗിക്കുന്ന ശരീരഭാഗമാണ് ഈ മസ്തിഷ്കം എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ഊർജം ആവശ്യമുള്ളത് മസ്തിഷ്കത്തിന് തന്നെയാണ്. ഓക്കെ, നാം ശ്വസിക്കുന്ന ഓക്സിജൻ്റെ 20% ഉപയോഗിക്കുന്നത് മസ്തിഷ്കമാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ഊർജം ആവശ്യമുള്ളതും മസ്തിഷ്കത്തിന് തന്നെയാണ്. ഇനി ഹണ്ടിങ്ടൺ രോഗം, അത് ബാധിക്കുന്നത് മസ്തിഷ്കത്തെയാണ്. ഹണ്ടിങ്ടൺ രോഗം. ഓക്കെ, ഇനി നമ്മളുടെ മസ്തിഷ്കം അതിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു 3 പാളികളുള്ള സ്ഥലത്തിനെയാണ് നമ്മൾ മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 സ്തര പാളികളുള്ള ആവരണത്തെയാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഈ മെനിഞ്ചസിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകത്തെ നമ്മൾ സെറിബ്രോസ്പൈനൽ ദ്രവം എന്ന് പറയും. ഓക്കെ, സെറിബ്രോസ്പൈനൽ ദ്രവം എന്നാണ് മെനിഞ്ചസിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകത്തെ പറയുന്നത്. ഈ ദ്രവം എന്തിനാണ് നമ്മളുടെ ഈ മെനിഞ്ചസിൻ്റെ ഇടയിലുള്ളത് എന്ന് ചോദിച്ചാൽ മസ്തിഷ്കത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായിട്ടാണ് ഈ സെറിബ്രോസ്പൈനൽ ദ്രവം ഉള്ളത്. ഓക്കെ, അതുപോലെ മസ്തിഷ്കത്തെ പ്രധാനമായിട്ടും നമ്മൾ എങ്ങനെയൊക്കെ തരംതിരിക്കുന്നുണ്ട്? സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലാങ്കേട്ട, തലാമസ്, ഹൈപ്പോതലാമസ് എന്നിങ്ങനെയായിട്ട് നമ്മൾ തലച്ചോറിനെ പ്രധാനമായിട്ടും ഭാഗിക്കുന്നുണ്ട്. അതിലാദ്യത്തേതാണ് ഈ സെറിബ്രം. ഓക്കെ, നമ്മളുടെ തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ് നമ്മളുടെ മസ്തിഷ്കത്തെ പ്രധാനമായും 5 തരംതിരിക്കുന്നുണ്ട്. ഒന്ന് സെറിബ്രം, ആ സെറിബ്രമാണ് നമ്മളുടെ തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗം. പിന്നെ സെറിബെല്ലമാണുള്ളത്, മെഡുല്ല ഒബ്ലാങ്കേട്ട ഉണ്ട്, തലാമസ് ഉണ്ട്, ഹൈപ്പോതലാമസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും വലുതാണ് നമ്മളുടെ ഈ സെറിബ്രം എന്ന് പറയുന്നത്. അതുപോലെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും സെറിബ്രമാണ്. അതുകൂടാതെ ഭാവന, ചിന്ത, ബുദ്ധി, ഓർമ്മ, ബോധം, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കേന്ദ്രം കൂടിയാണ് സെറിബ്രം. ഓക്കെ, PSC സെറിബ്രം സെറിബെല്ലത്തിനെ വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അത് ഒരുപാട് പേര് നേരെ തിരിച്ച് തെറ്റിച്ചും മാർക്ക് കളയാറുമുണ്ട്. ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ എല്ലാത്തിനെയും കൂടെ ഒന്ന് കറക്റ്റായി നോട്ട് ചെയ്ത് വെച്ച് എന്തെങ്കിലും കോഡെല്ലാം വെച്ചിട്ട് പഠിക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിലവിൽ കോഡുകളില്ല. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് കോഡുകൾ ഉണ്ടാക്കിയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് നമുക്ക് കോഡ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് പഠിക്കുക കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പഠിക്കാനുള്ള നല്ല കോഡുകൾ അറിയാമെങ്കിൽ അത് താഴെ നമ്മളുടെ കമൻറ്റ് ബോക്സിലും കൂടി ഒന്ന് അറിയിക്കുക. എനിക്ക് ഇനി നമ്മുടെ ഈ തലച്ചോറിനെ പറ്റിയിട്ട് ഏതെങ്കിലും നല്ല കോഡ്സ് വല്ലതും കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ക്ലാസ്സുകൾക്കിടയിൽ തന്നെ പറഞ്ഞു പോവാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സെറിബ്രം എന്നുള്ളത് തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഭാവന, ചിന്ത, ബുദ്ധി, ഓർമ്മ, ബോധം എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം എന്ന് പറയുന്നത്. അതുപോലെ കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശം, ചൂട്, നമ്മളുടെ ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യത്തെ പറ്റിയുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് ഈ സെറിബ്രം എന്ന് പറയുന്നത്. അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും നമ്മളുടെ ഭാവന, ചിന്ത, ബുദ്ധി, ഓർമ്മ, ബോധം എന്നിവയെല്ലാത്തിൻ്റെയും കേന്ദ്രമാണ് സെറിബ്രം. ഐച്ഛിക പ്രവർത്തനങ്ങളെയാണ് സെറിബ്രം നിയന്ത്രിക്കുന്നത്. പിന്നെ കോശശരീരവും മൈലിൻ ഷീത്തും ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് ഗ്രേ മാറ്റർ. നമ്മളുടെ മസ്തിഷ്കത്തിൽ അല്ലെങ്കിൽ സെറിബ്രത്തിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഗ്രേ മാറ്ററും ഒന്ന് വൈറ്റ് മാറ്ററും. ഈ ഗ്രേ മാറ്റർ എന്ന് പറയുന്നത് കോശശരീരവും മൈലിൻ ഷീത്തും ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്നതാണ് ഈ ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്. ഈ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നതെല്ലാം തന്നെ നമ്മൾ ഈ നാഡീകോശത്തിലുള്ള ഒരു ഭാഗമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ആ മൈലിൻ ഷീത്തിനൊരു വെള്ള നിറമാണ്. അപ്പോൾ ഈ അങ്ങനെ വെള്ള നിറത്തോട് കൂടിയിട്ടുള്ള ഈ മൈലിൻ ഷീത്ത് കൊണ്ടുള്ള ഒരു ആവരണം ഉണ്ടാവുന്ന ആ ഭാഗത്തെ നമ്മൾ എന്തെന്ന് പറയും? വൈറ്റ് മാറ്റർ എന്ന് പറയും. ആ മൈലിൻ ഷീത്ത് ഇല്ലാത്തതിന് നമ്മൾ ഗ്രേ മാറ്റർ എന്നും പറയുന്നു.
ഇനി നമ്മൾ ബ്രെയിനിൻ്റെ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ എല്ലാം ഫോട്ടോസ് പിക്ചേഴ്സ് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിങ്ങനെ ഒരു 2 ഭാഗങ്ങളായിട്ടാണ് ഉണ്ടാവുന്നത്. നമ്മൾ ആ തലച്ചോറിൻ്റെ ചിത്രം കാണുമ്പോൾ നമ്മൾക്കിങ്ങനെ വളഞ്ഞായിട്ട് 2 ഭാഗങ്ങളായിട്ട് കാണുന്നതാണ് നമ്മൾ ഈ സെറിബ്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സെറിബ്രത്തിൻ്റെ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകലകളെയാണ് കോർപ്പസ് കലോസം എന്ന് പറയുന്നത്. ഈ 2 ഭാഗങ്ങളുണ്ടല്ലോ, അവയെ തമ്മിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു നാഡീകലയെയാണ് നമ്മൾ കോർപ്പസ് കലോസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇടത് വലത് അർദ്ധഗോളങ്ങൾ, അതായത് ഇടത് സൈഡിലുള്ളതും വലത് സൈഡിലുള്ളതുമായിട്ടുള്ള അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകലയാണ് കോർപ്പസ് കലോസം. ഇനി ഈ സെറിബ്രത്തിൻ്റെ ഇടത് അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് നമ്മൾ ശരീരത്തിൻ്റെ വലതുഭാഗത്തെയും സെറിബ്രത്തിൻ്റെ വലത്തെ അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിൻ്റെ ഇടതുഭാഗത്തെയുമാണ്. ഓക്കെ, അത് തമ്മിൽ മാറിപ്പോവരുത്. സെറിബ്രത്തിൻ്റെ വലത് നമ്മുടെ ശരീരത്തിൻ്റെ ഇടതുഭാഗത്തെ നിയന്ത്രിക്കും. അതുപോലെ സെറിബ്രത്തിൻ്റെ ഇടതുഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വലതുഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യും. ഇനി നമ്മളുടെ സംസാരശേഷിയുമായി ബന്ധപ്പെട്ടിട്ട് സെറിബ്രത്തിലെ ഒരു ഭാഗമാണ് ബ്രോക്കസ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ബ്രോക്കസ് ഏരിയ എന്ന് പറയുന്നത് സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗമാണ്. ഓക്കെ, അതുപോലെ ഇനി പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയുന്നത് സെറിബ്രത്തിലെ ഭാഗമാണ് ഈ വെർണിക്സ് ഏരിയ. അപ്പോൾ ബ്രോക്കസ് ഏരിയ ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മളുടെ സംസാരശേഷിയുമായും വെർണിക്സ് ഏരിയ നമ്മളുടെ ഭാവന എന്ന് പറയാൻ പറ്റില്ല, അത് നമ്മളുടെ ഓർമ്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് വെർണിക്സ് ഏരിയ. അതായത് നമുക്കിപ്പോൾ നമ്മളൊരു ഞാനിപ്പോൾ ഒരു പെന്ന് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ പെട്ടെന്നൊരു പെന്നിൻ്റെ ഒരു ചിത്രം വരുമല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ നല്ല ചന്തമുള്ള റെഡ് റോസ് പൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ പെട്ടെന്നൊരു റെഡ് റോസ് പൂവിൻ്റെ ചിത്രം വരും. അതിന് കാരണമാണ് ഈ വെർണിക്സ് ഏരിയ. ഓക്കെ, സംസാരശേഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ബ്രോക്കസ് ഏരിയയും പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സെറിബ്രവുമായി ബന്ധപ്പെട്ട് നോക്കാനുള്ളത്. സെറിബ്രം എന്നത് തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണ്. ഭാവന, ചിന്ത, ബുദ്ധി, ഓർമ്മ, ബോധം, പിന്നെ കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശം, ഐച്ഛിക പ്രവർത്തനങ്ങൾ, അതായത് നമ്മൾ ചെയ്യണം എന്നുദ്ദേശിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഈ ഐച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളുടെ കൈയിൻ്റെ മൂവ്മെൻറ്റ്, കാലിൻ്റെ മൂവ്മെൻറ്റ്, ചുണ്ടിൻ്റെ, അതിൻ്റെ എല്ലാം ചലനത്തെയെല്ലാമാണ് നമ്മൾ ഐച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അത് നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. അതുപോലെ സെറിബ്രത്തിൽ 2 ഭാഗങ്ങളുണ്ട്, അതായത് ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും ഉണ്ട്. ഗ്രേ മാറ്ററിൽ കോശശരീരവും മൈലിൻ ഷീത്തും ഉണ്ടാവില്ല, എന്നാൽ വൈറ്റ് മാറ്ററിൽ മൈലിൻ ഷീത്തിൻ്റെ ആവരണമുള്ള നാഡീതന്തുക്കൾ കാണുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. പിന്നെ 2 അർദ്ധഗോളങ്ങളായിട്ടാണ് നമ്മളുടെ സെറിബ്രം ഉള്ളത്. അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകലയാണ് കോർപ്പസ് കലോസം. നമ്മളുടെ സെറിബ്രത്തിലെ ഇടത് അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ വലതുഭാഗത്തെയും സെറിബ്രത്തിൻ്റെ വലത് അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിൻ്റെ ഇടതുഭാഗത്തെയുമാണ്. അതുപോലെ തന്നെ സംസാരശേഷിയുമായി ബന്ധപ്പെട്ട് സെറിബ്രത്തിലെ ഭാഗമാണ് ബ്രോക്കസ് ഏരിയ എന്ന് പറയുന്നത്. പിന്നെ പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ എന്നുള്ളതുമാണ് നമ്മൾ ഇത്രയും നേരം കൊണ്ട് സെറിബ്രത്തെക്കുറിച്ച് പറഞ്ഞത്. അതുപോലെ ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ ധാരാളം മടക്കുകളും ചുളിവുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. ഓക്കെ, ഇത്രയാണ് നമുക്ക് സെറിബ്രം നോക്കാനുള്ളത്. ആദ്യം സെറിബ്രം ഫുള്ളായിട്ട് തറവായി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്തതിലേക്ക് പോവാം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കൺഫ്യൂസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ സെറിബ്രം കഴിഞ്ഞു. അടുത്തത് നമുക്ക് സെറിബെല്ലമാണ് നോക്കാനുള്ളത്. നമ്മളുടെ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബെല്ലം. PSC ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് സെറിബെല്ലം ആണ്. ഓക്കെ, തലച്ചോറിൻ്റെ 2ാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. ഇനി ഈ സെറിബെല്ലം സഹായിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ തുലനാവസ്ഥയെല്ലാം നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ഓക്കെ, ശരീരത്തിൻ്റെ തുലനാവസ്ഥ, ഇതും PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അതുപോലെ മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം എന്ന് പറയുമ്പോൾ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തുലനാവസ്ഥ കറക്റ്റായിട്ട് വരില്ലല്ലോ. അപ്പോൾ തുലനാവസ്ഥ
നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗത്തെയാണ് മദ്യം ബാധിക്കുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് സെറിബെല്ലം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ശരീരത്തിലെ പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുന്നതും ആണ് സെറിബെല്ലം. ഈ സെറിബെല്ലത്തിൽ ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് സെറിബെല്ലം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണം, സെറിബ്രത്തിൽ മടക്കുകളും ചുളിവുകളും എന്നാണ് പറഞ്ഞത്. എന്നാൽ നമ്മളുടെ സെറിബെല്ലത്തിൻ്റെ കാര്യമാണെങ്കിൽ സെറിബ്രത്തിൽ ചുളിവുകളും ചാലുകളുമാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇത് രണ്ടും തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാറിപ്പോവാതെ നോക്കുക. മടക്കുകളും ചുളിവുകളും കാണപ്പെടുന്നത് സെറിബ്രത്തിലും ചുളിവുകളും ചാലുകളും കാണപ്പെടുന്നത് സെറിബെല്ലത്തിലുമാണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലിറ്റിൽ ബ്രെയിനിനെ കുറിച്ച് നമുക്ക് അത്രയാണ് നോക്കാനുള്ളത്. ലിറ്റിൽ ബ്രെയിൻ എന്നാണ് സെറിബെല്ലം അറിയപ്പെടുന്നത്. തലച്ചോറിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. ഇനി ഇത് നിലനിർത്തുന്നത് ശരീരത്തിൻ്റെ തുലനാവസ്ഥയാണ്. അതുപോലെ മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം കൂടിയാണ് സെറിബെല്ലം. അതുപോലെ തന്നെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതും മസ്തിഷ്ക ഭാഗമാണ് ഈ സെറിബെല്ലം. ഓക്കെ, അപ്പോൾ ശരീരത്തിൻ്റെ തുലനാവസ്ഥ, പേശി പ്രവർത്തനങ്ങളെയാണ് സെറിബെല്ലം നിയന്ത്രിക്കുന്നത്. മദ്യം ബാധിക്കുന്നതും സെറിബെല്ലത്തിനെയാണ്. അപ്പോൾ സെറിബെല്ലം നമുക്ക് ഇത്രയോ ആണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റയെ കുറിച്ചാണ്. ഈ സെറിബ്രത്തിൻ്റെ ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ടുപോലെ കാണപ്പെടുന്ന ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. നമ്മളുടെ ബ്രെയിനിൻ്റെ ചിത്രം മനസ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ ബ്രെയിനിൽ നിന്ന് താഴത്തേക്കൊരു ദണ്ട് പോലെ നിൽക്കുന്നതിനെയാണ് നമ്മൾ മെഡുല്ല ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ടുപോലെ കാണപ്പെടുന്ന ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. നമ്മളിപ്പോൾ സെറിബ്രം പറഞ്ഞപ്പോൾ പറഞ്ഞു ഐച്ഛിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് സെറിബ്രമാണ് എന്നുള്ളത് പറഞ്ഞു. എന്നാൽ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റ ആണ്. അനൈച്ഛിക പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മളുടെ അറിവോടുകൂടി അല്ലാതെ നടക്കുന്ന പ്രവർത്തനങ്ങളെയാണ് അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം, അല്ലെങ്കിൽ നമ്മളുടെ ശ്വാസകോശത്തിൻ്റെ ചലനം, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള വൻകുടൽ, ചെറുകുടൽ, അവിടെയെല്ലാം നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ അനൈച്ഛിക പ്രവർത്തനങ്ങളാണ്. അതൊന്നും നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത പ്രവർത്തനങ്ങളായതുകൊണ്ടാണ് അതിനെ നമ്മൾ അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ആ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന നമ്മളുടെ മസ്തിഷ്ക ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. നമ്മളുടെ ഛർദി, തുമ്മൽ, ചുമ, ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ കിട്ടില്ലല്ലോ. ഇതിനെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് നമ്മളുടെ മെഡുല്ല ഒബ്ലാങ്കേറ്റ ആണ്. ഓക്കെ, നമുക്കിപ്പോൾ ഛർദ്ദിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും അത് തനിയെ സംഭവിച്ചു പോകുമല്ലോ. അപ്പോൾ ഈ ഛർദി, തുമ്മൽ, ചുമ, ആ പ്രവർത്തനങ്ങളെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതും മസ്തിഷ്ക ഭാഗവും മെഡുല്ല ഒബ്ലാങ്കേറ്റ ആണ്. അതുപോലെ ഈ മെഡുല്ല ഒബ്ലാങ്കേറ്റയ്ക്ക് ശേഷമാണ് എന്ത് തുടങ്ങുന്നത്? സുഷ്മന തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ തലച്ചോറിൻ്റെ ആ ഒരു സെറിബ്രത്തിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു ദണ്ട് പോലെ ഇങ്ങനെ മെഡുല്ല ഒബ്ലാങ്കേറ്റ ഉണ്ടാവും. അതിന് ശേഷം തുടർച്ചയായിട്ടാണ് ആര് വരുന്നത്? സുഷുമ്ന വരുന്നത്. ഇനി മെഡുല്ല ഒബ്ലാങ്കേറ്റയ്ക്ക് ഏൽക്കുന്ന ക്ഷതം പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകുന്നു. നമ്മളുടെ തലയ്ക്ക് പുറകിൽ അടിക്കാൻ പാടില്ല എന്നെല്ലാം പറയുന്നത് കേൾക്കുന്നത് ഇത് കാരണമാണ്. മെഡുല്ല ഒബ്ലാങ്കേറ്റയിലാണ് എന്തെങ്കിലും നമുക്ക് അടി കൊള്ളുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകും. എന്തായിരിക്കാം? നമ്മളുടെ അനൈച്ഛിക പ്രവർത്തനങ്ങളെയെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മളുടെ മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ക്ഷതം സംഭവിച്ചു എന്ന് വെച്ചാൽ ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ താറുമാറാവുകയും നമ്മൾ പെട്ടെന്ന് മരിച്ചു പോകാൻ സാധ്യതയുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മെഡുല്ല ഒബ്ലാങ്കേറ്റയുമായി ബന്ധപ്പെട്ട് നോക്കാനുള്ള പോയിന്റ്സ്. അപ്പോൾ ഇതൊരു ദണ്ട് പോലെയാണ് എന്നുള്ളത് ഓർക്കണം. സെറിബ്രത്തിന് താഴെയായി സെറിബെല്ലത്തോട് ചേർന്ന് ആണ് ഈ മെഡുല്ല ഒബ്ലാങ്കേറ്റ ഒരു ദണ്ട് പോലെ കാണപ്പെടുന്നത് എന്നുള്ളത് ഓർക്കുക. ഇത് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അതായത് ഹൃദയസ്പന്ദനം, ശ്വസനം, രക്തക്കുഴലുകളുടെ സങ്കോചം എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നതും മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. ഛർദി, തുമ്മൽ, ചുമ എന്നിവയെല്ലാം തന്നെ നിയന്ത്രിക്കുന്നതും മെഡുല്ല ഒബ്ലാങ്കേറ്റ തന്നെയാണ്. ഇനി മെഡുല്ല ഒബ്ലാങ്കേറ്റൻ്റെ തുടർച്ചയാണ് നമ്മുടെ സുഷ്മന. മെഡുല്ല ഒബ്ലാങ്കേറ്റയ്ക്ക് ഉണ്ടാവുന്ന പെട്ടെന്നുള്ള ക്ഷതം
നമ്മുടെ മരണത്തിന് തന്നെ കാരണമായേക്കാം എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പം അത്രമാത്രമാണ് മെഡുല ഒബ്ലോങ്കേറ്റയുമായി ബന്ധപ്പെട്ട് നോക്കാനുള്ളത്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് തലാമസ്. തലാമസ് എന്നുള്ളത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. അതായത് എന്തുകൊണ്ടാണ് അതിനെ തലാമസിനെ റിലേ സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സെറിബ്രത്തിൽ നിന്ന് തിരിച്ചും ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ് എന്നുള്ളത് ഓർക്കുക. അതായത് ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു, കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശം, ചൂട് ഇതെല്ലാം അറിയുന്നത് നമുക്ക് സെറിബ്രത്തിലൂടെയാണ് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഒരു നല്ലൊരു ബിരിയാണി മണം വരികയാണ്, അത് നമ്മളുടെ ഗന്ധമായിട്ട് നമുക്ക് നമ്മളുടെ ബ്രെയിനിലേക്ക് എത്തിക്കണം. അതായത് നമ്മളുടെ സെറിബ്രത്തിലേക്ക് ആ ഒരു എവിടെന്നോ ഇങ്ങനെയൊരു മണം വരുന്നുണ്ട് എന്നുള്ളത് നമ്മളുടെ സെറിബ്രത്തിലേക്ക് ഒരു മെസ്സേജ് പോകണം. ആ മെസ്സേജിനെയാണ് നമ്മൾ ആവേഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഗന്ധം മൂക്കിൽ തട്ടിയിട്ട് മൂക്കിൽ നിന്ന് ഒരു ആവേഗം എങ്ങോട്ട് പോകണം? സെറിബ്രത്തിലേക്ക് പോകണം. അപ്പോൾ ഈ മൂക്കിൽ നിന്നുള്ള ആവേഗം ഡയറക്റ്റായിട്ട് സെറിബ്രത്തിലേക്കല്ല പോകുന്നത്. മൂക്കിൽ നിന്നുള്ള ആവേഗം എങ്ങോട്ടാണ് പോകുന്നുണ്ടാവുക? നമ്മളുടെ തലാമസിലാണ് അവരാദ്യം പോയി എത്തിച്ചേരുന്നത്. അതിനുശേഷം ആ തലാമസിൽ നിന്നാണ് എങ്ങോട്ട് പോകുന്നത്? സെറിബ്രത്തിലേക്ക് ആ മൂക്കിൽ നിന്നുള്ള ആവേഗം പോകുന്നത്. ഇനി സെറിബ്രത്തിൽ നിന്ന് തിരിച്ചൊരാവേഗം മൂക്കിലേക്ക് തന്നെ തിരിച്ചു വരണ്ടേ? അല്ലെങ്കിൽ മൂക്കിലേക്ക് എന്നല്ല, ഇനിയിപ്പോൾ എവിടത്തേക്കെങ്കിലും സെറിബ്രത്തിൽ നിന്ന് ഒരാവേഗം നമ്മളുടെ മറ്റൊരു ശരീരത്തിലേക്ക് എത്തണം എന്നുള്ള ശരീരഭാഗത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആ ആവേഗം ആദ്യം എത്തുന്നത് തലാമസിലായിരിക്കും. അതിനുശേഷമായിരിക്കും ഏത് ശരീരഭാഗത്തിലേക്കാണോ സെറിബ്രത്തിൽ നിന്നുള്ള ആവേഗം എത്തേണ്ടത് അതെത്തുന്നത്. അപ്പോൾ സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നും ഉള്ള ആവേഗങ്ങളുടെ പുനഃസംപ്രേക്ഷണ കേന്ദ്രമാണ് തലാമസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് തലാമസ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളുടെ ഇപ്പോൾ കാലിലൊരു മുറിവുണ്ട്, അതിൻ്റെ വേദന നമുക്കറിയണം എന്നുണ്ടെങ്കിൽ ആ വേദനയിൽ നിന്നുള്ള അല്ലെങ്കിൽ ആ ഭാഗത്ത് നിന്നുള്ള ആവേഗം നമ്മളുടെ സെറിബ്രത്തിലേക്ക് പോകണം. അങ്ങനെയാണല്ലോ, സെറിബ്രത്തിൽ വെച്ചാണ് നമുക്കിത് വേദനയാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാവുന്നത്. അപ്പോൾ അത് അറിയിക്കാനായിട്ട് ആ മുറിവിൽ നിന്നുള്ള ഒരു ആവേഗം നമ്മളുടെ സെറിബ്രത്തിലേക്ക് എത്തും. അങ്ങനെ എത്തുമ്പോഴാണ് നമുക്ക് വേദന അറിയുന്നത്. അപ്പോൾ ഈ വേദന സംഹാരികൾ കഴിക്കുന്ന സമയത്ത് ഇവർ പ്രവർത്തിക്കുന്നത് തലാമസിലാണ്, അല്ലാതെ ഡയറക്റ്റ് സെറിബ്രത്തിലല്ല. ഇവർ പോയി തലാമസിനെ എന്ത് ചെയ്യും? അവരുടെ പണി ചെയ്യുന്നതിന് തടസ്സപ്പെടുത്തും. അപ്പോൾ ഈ നമ്മളുടെ മുറിവ് പറ്റിയ ഭാഗത്തു നിന്നുള്ള ആവേഗം എവിടത്തേക്കാണ് ആദ്യം എത്തുന്നത്? തലാമസിലേക്കായിരിക്കും എത്തുക. അതിനുശേഷമാണ് സെറിബ്രത്തിലേക്ക് പോയി എന്ന് വെച്ചാലാണ് നമുക്ക് അവിടെ വേദനിക്കുന്നു എന്നുള്ള ബോധം ഉണ്ടാവുക. അപ്പോൾ ഈ ആവേഗങ്ങളെ ഈ വേദന സംഹാരികൾ തലാമസിൽ വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അവർ സെറിബ്രത്തിലേക്ക് എത്തില്ല. അപ്പോൾ നമുക്ക് വേദനയുണ്ട് എന്നുള്ള ബോധം നമുക്ക് വരില്ല. അങ്ങനെയാണ് ഈ വേദന സംഹാരികൾ, പെയിൻ കില്ലേഴ്സ് നമ്മളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പം അവർ പ്രവർത്തിക്കുന്നത് തലാമസിലാണ് എന്നുള്ളത് ഓർക്കുക. ഇനി ഇതറിയപ്പെടുന്നത് റിലേ സ്റ്റേഷൻ എന്നാണ് എന്നുള്ളതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് നോക്കാനുള്ളത്? തലാമസിനെ കുറിച്ച് നോക്കാനുള്ളത്. അതുപോലെ നിദ്രാവേളകളിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗവും കൂടിയാണ് തലാമസ്. അങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് ഉറങ്ങാൻ കഴിയുന്നത്. പുതിയ പുതിയ ആവേഗങ്ങളെ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ ഇപ്പം എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നതിൻ്റെ ഒന്നും ആവേഗങ്ങളെ നമ്മൾ സെറിബ്രത്തിലേക്ക് എത്തിക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റുന്നത്. അവരിനി അഥവാ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം അയക്കുകയാണെന്നുണ്ടാവുമ്പോഴാണ് നമുക്ക് എന്ത് വരാത്തത്? ഉറങ്ങാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ അത്രയാണ് എന്തിനെക്കുറിച്ച് നമുക്ക് നോക്കാനുള്ളത്? തലാമസിനെ കുറിച്ച് നോക്കാനുള്ളത്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളതാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് എന്നുള്ളത് ഈ തലാമസിൻ്റെ താഴെയായിട്ടാണ് ഈ ഹൈപ്പോതലാമസ് കാണപ്പെടുന്നത്. ആന്തര സമസ്ഥിതി പാലനത്തിനാണ് ഹൈപ്പോതലാമസ് സഹായിക്കുന്നത്. ദാഹം, വിശപ്പ്, ശരീരോഷ്മാവ്, ലൈംഗികാസക്തി എന്നിവയെല്ലാം തന്നെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം കൂടിയാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹൈപ്പോതലാമസ് 2 ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതാണ് ഈ ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഓക്കെ,
ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകളാണ് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്നത്. മൂത്രവിരുദ്ധ ഹോർമോൺ എന്നാണ് വാസോപ്രസിൻ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. അതിൽ ഈ വാസോപ്രസിൻ അറിയപ്പെടുന്നത് മൂത്രവിരുദ്ധ ഹോർമോൺ എന്നാണ്. അതുപോലെ ഓക്സിറ്റോസിൻ സഹായിക്കുന്നത് ഗർഭപാത്രം സങ്കോചിക്കുവാനാണ് സഹായിക്കുന്നത്. ഓക്കെ, ഗർഭപാത്രം സങ്കോചിക്കുവാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. വാസോപ്രസിൻ എന്നുള്ളത് മൂത്രവിരുദ്ധ ഹോർമോൺ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഈ വാസോപ്രസിൻ്റെ അഭാവം മൂലമാണ് മൂത്രം അമിതമായി പോകുന്നത്. ആ ഒരു രോഗത്തിന് പറയുന്നതാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. ഓക്കെ, ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്നുള്ളത് വാസോപ്രസിൻ്റെ അഭാവം മൂലം മൂത്രം അമിതമായി പോകുന്ന രോഗമാണ്. ഓക്കെ, ശരീരത്തിൻ്റെ ജലാംശ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഹൈപ്പോതലാമസിൻ്റെ ഹോർമോണാണ് വാസോപ്രസിൻ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളാണ് വാസോപ്രസിനും ഓക്സിറ്റോസിനും. ഓക്സിറ്റോസിൻ എന്നുള്ളത് ഗർഭപാത്ര സങ്കോചത്തിനാണ് സഹായിക്കുന്നത്. എന്നാൽ വാസോപ്രസിൻ എന്നുള്ളത് അറിയപ്പെടുന്നത് മൂത്രവിരുദ്ധ ഹോർമോൺ എന്നാണ്. ഈ ഹോർമോണിൻ്റെ അഭാവം മൂലം മൂത്രം അമിതമായി പോകുന്ന രോഗത്തെയാണ് നമ്മൾ ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. ഇനി വാസോപ്രസിൻ എന്തിനാണ് സഹായിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളുടെ ശരീരത്തിലെ ജലാംശത്തിൻ്റെ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് വാസോപ്രസിൻ. ഓക്കെ, ഇനി രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ് എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മൾ നമ്മളുടെ മസ്തിഷ്കത്തെയും മസ്തിഷ്കത്തിൻ്റെ 5 ഭാഗങ്ങളെക്കുറിച്ചും നോക്കി. ഓക്കെ, ഏതൊക്കെയായിരുന്നു 5 ഭാഗങ്ങൾ? സെറിബ്രം, സെറിബെല്ലം, തലാമസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ, ഹൈപ്പോതലാമസ്. ഓക്കെ, എന്തൊക്കെയായിരുന്നു? സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ് എന്നിവ ആയിരുന്നു. ഇത് കറക്റ്റായിട്ട് മസ്തിഷ്കത്തിൻ്റെ 5 ഭാഗങ്ങളാണ്. അതുപോലെ കുറച്ച് രോഗങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാനുണ്ട്. മസ്തിഷ്ക രോഗങ്ങളെക്കുറിച്ച് ഒന്ന് നോക്കാനുണ്ട്. അത് ഞാൻ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷെ അത് ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. ഈ മസ്തിഷ്കത്തിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന ധമനികളിൽ രക്തം കട്ട പിടിക്കുന്നത് മൂലം അതിലൂടെയുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ സെറിബ്രൽ ത്രോംബോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, മസ്തിഷ്കത്തിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന ധമനികളിൽ രക്തം കട്ടപിടിക്കുന്നത് മൂലം അതിലൂടെ രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ് എന്നറിയപ്പെടുന്നത്. എന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് മസ്തിഷ്കത്തിലേക്കുള്ള ഏതെങ്കിലും രക്തക്കുഴലുകൾ പൊട്ടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രക്തപ്രവാഹമാണ് സെറിബ്രൽ ഹെമറേജ്. ഓക്കെ, അപ്പോൾ സെറിബ്രൽ ഹെമറേജ് എന്താണ്, സെറിബ്രൽ ത്രോംബോസിസ് എന്താണ് എന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കുക. ഈ ത്രോംബോസിസ് എന്നുള്ളതും ഹെമറേജ് എന്നുള്ളതും എല്ലാം തന്നെ, ത്രോംബോസിസ് എന്ന് പറഞ്ഞാൽ കട്ട പിടിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ത്രോംബോസിസ് എന്ന് പറയാം. അപ്പോൾ അതിൽ കൂടെ സെറിബ്രൽ എന്നുള്ളതും കൂടി ചേർക്കുന്ന സമയത്ത് സെറിബ്രൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാം തന്നെ നമ്മളുടെ ഈ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും. അപ്പോൾ സെറിബ്രൽ എന്ന് പറയുന്നത് മസ്തിഷ്കവുമായി ബന്ധപ്പെട്ടതാണ്. ത്രോംബോസിസ് എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ തലച്ചോറിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥേനെയാണ് നമ്മൾ സെറിബ്രൽ ത്രോംബോസിസ് എന്ന് പറയുന്നത്. എന്നാൽ ഹെമറേജ് എന്ന് പറയുന്നത് നമ്മളുടെ രക്തത്തിൻ്റെ ഒഴുക്ക് നിൽക്കാത്ത അവസ്ഥേനെയാണ് നമ്മൾ ഹെമറേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രക്തം പുറത്തു പോകുന്ന ഒരു അവസ്ഥേനെയാണ് ഹെമറേജ് എന്ന് പറയുന്നത്. അപ്പോൾ സെറിബ്രൽ ഹെമറേജ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ ഏതെങ്കിലും പൊട്ടി രക്തം പുറത്തേക്ക് പോകുന്ന അവസ്ഥേനെയാണ് സെറിബ്രൽ ഹെമറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൂടാതെ നമ്മളുടെ ഈ മസ്തിഷ്കത്തിലെ സ്ഥരപാളിനെ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതെന്താണെന്ന് അറിയാവുന്നവരൊന്ന് വേഗം കമൻറ്റ് ചെയ്തേ. നമ്മളുടെ മസ്തിഷ്കത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു ആവരണമുണ്ട്, സ്ഥരപാളി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ പേരെന്തായിരുന്നു? ഒന്ന് വേഗം കമൻറ്റ് ചെയ്ത് തന്നെ. ഓക്കെ, മെനിഞ്ചസ്. അപ്പോൾ മസ്തിഷ്കത്തിലെ സ്ഥരപാളിയായ മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ്.
ഓക്കെ, മെനിഞ്ചസിൽ ഉണ്ടാവുന്ന അണുബാധേനെയാണ് നമ്മൾ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ഈ മെനിഞ്ചൈറ്റിസിന് കാരണമാകുന്ന സൂക്ഷ്മാണുക്കളാണ് വൈറസും ബാക്ടീരിയയും പരാതങ്ങളും ഫംഗസും എല്ലാം തന്നെ. ഇതേതെങ്കിലും ഒരു കാരണം നമ്മളുടെ അല്ലെങ്കിൽ മെനിഞ്ചസിൽ അണുബാധ ഉണ്ടാവുമ്പോഴാണ് നമ്മളതിനെ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. മെനിഞ്ചൈറ്റിസിൻ്റെ രോഗനിർണയത്തിനുള്ള പരിശോധന CSF പരിശോധന എന്നാണ് അറിയപ്പെടുന്നത്. അത് CSF എന്ന് പറയുമ്പോൾ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് പരിശോധന. ഓക്കെ, ഇനി ശരീരത്തിന് ഭാഗികമായോ മൊത്തമായോ ചലനശേഷി നഷ്ടപ്പെടുകയോ ഇല്ലാതാവുകയോ ചെയ്യുന്ന അവസ്ഥയാണ് തളർവാദം. തളർവാദം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഭാഗികമായോ മൊത്തമായോ ചലനശേഷി നഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ ഇല്ലാതാവുകയോ ചെയ്യുന്ന അവസ്ഥേനെയാണ് പറയുന്നത്. ഇനി തലച്ചോറിലെ ന്യൂറോണുകളുടെ തുടർച്ചയായ നാശം മൂലമുണ്ടാകുന്ന രോഗമാണ് അൽഷിമേഴ്സ്. ഓക്കെ, അപ്പം ന്യൂറോണുകൾ നശിച്ചു പോകുന്നത് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. അത് അലുമിനിയത്തിൻ്റെ അധിക സാന്നിധ്യം മൂലമാണ് ഈ അൽഷിമേഴ്സ് രോഗത്തിന് കാരണം പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടി ന്യൂറോണുകൾ നശിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗം കൂടിയാണ് അൽഷിമേഴ്സ്. ഇനി തലച്ചോറിലെ പ്രത്യേക ഇനം ഗ്ലാങ്കിയോണുകൾ നശിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ്. ഗാംഗ്ലിയോണുകൾ നശിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം. തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പോഷകത്തിൻ്റെ ഉൽപാദനം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം കൂടിയാണ് ഈ പാർക്കിൻസൺസ് രോഗം. ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്ന രോഗമാണ് പാർക്കിൻസൺസ്. ഇനി തലച്ചോറിലെ വൈദ്യുത തരംഗങ്ങൾ ക്രമരഹിതമാകുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് അപസ്മാരം. പിന്നെ കേന്ദ്ര നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന വൈറസ് രോഗമാണ് റാബിസ്, പേവിഷബാധ എന്നറിയപ്പെടുന്ന റാബിസ്. അത് കേന്ദ്ര നാഡീവ്യൂഹത്തെ തന്നെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ്. ഇനി മസ്തിഷ്കത്തിലേക്ക് രക്തം വിതരണം, അത് നമ്മൾ പറഞ്ഞു, സെറിബ്രൽ ത്രോംബോസിസ്, രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ. ഇനി പൊട്ടുന്നത് സെറിബ്രൽ ഹെമറേജ് ആണ്. പക്ഷാഘാതത്തിനുള്ള കാരണങ്ങളാണ് ഈ സെറിബ്രൽ ത്രോംബോസിസും സെറിബ്രൽ ഹെമറേജും. പിന്നെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് പോളിയോമൈലൈറ്റിസ് എന്ന് പറയുന്നത്. പിന്നെ മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥയാണ് പ്രോസോപഗ്നോസിയ അല്ലെങ്കിൽ പ്രോസോഫിനോസിയ എന്നും അതറിയപ്പെടുന്നുണ്ട്. പ്രോസോഫിനോസിയ എന്നും പ്രോസോപഗ്നോസിയ എന്നും അറിയപ്പെടുന്ന രോഗമാണ് മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മസ്തിഷ്കത്തെ അഫക്റ്റ് ചെയ്യുന്ന രോഗങ്ങളുള്ളത്. അപ്പോൾ നമുക്ക് ഈ മസ്തിഷ്കം പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ഒരു ഭാഗമാണ് നമ്മുടെ സുഷ്മ്ന. മെഡുല്ല ഒബ്ലാങ്കേറ്റ മുതൽ നട്ടെല്ലിൻ്റെ കീഴറ്റം വരെ എത്തുന്ന ഒരു ഭാഗമാണ് സുഷ്മ്ന എന്ന് പറയുന്നത്. ഈ സുഷ്മ്ന സ്ഥിതി ചെയ്യുന്ന നട്ടെല്ലിലെ ഭാഗമാണ് ന്യൂറൽ കനാൽ. നമ്മളുടെ നട്ടെല്ലുണ്ടല്ലോ ഇങ്ങനെ ഒരു പാമ്പ് പോലെ ഇങ്ങനെ നമ്മളുടെ ബാക്കിൽ ഇങ്ങനെയുള്ളത്, അതിൻ്റെ പിക്ചേഴ്സ് എല്ലാം കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് വിശ്വസിക്കുന്നു. അപ്പോൾ ഇല്ലെങ്കിൽ അതൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക. അപ്പോൾ ആ നട്ടെല്ലിൽ എന്തുണ്ടാവും, ഒരു കുഴി ഉണ്ടാവും. ആ അതിനെയാണ് നമ്മൾ ന്യൂറൽ കനാൽ എന്ന് പറയുക. അതിനകത്താണ് സുഷ്മ്ന ഉള്ളത്. ഓക്കെ, ഈ സുഷ്മ്ന നിയന്ത്രിക്കുന്നത് റിഫ്ലെക്സ് പ്രവർത്തനങ്ങളെയാണ്. ഓക്കെ, ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 45 സെൻറ്റിമീറ്റർ ആണ്. നടത്തം, ഓട്ടം തുടങ്ങിയ പ്രവർത്തനങ്ങളിലെ ദ്രുതഗതിയിലുള്ള ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നത് സുഷ്മ്ന ആണ്. ഈ റിഫ്ലെക്സ് ആക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം എന്തെങ്കിലും നമ്മളുടെ കണ്ണിലേക്ക് പെട്ടെന്ന് എന്തെങ്കിലും വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ കണ്ണടയ്ക്കില്ലേ, നമ്മൾ അറിയാതെ തന്നെ അടച്ചു പോവില്ലേ, അതിനെയാണ് നമ്മൾ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ റിഫ്ലെക്സ് ആക്ഷനെ സഹായിക്കുന്നത് ഈ സുഷ്മ്ന നാഡിയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനത്തിന് പാമ്പാണ് എന്നുള്ളത് വിചാരിച്ചു എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ കാല് വലിക്കില്ലേ, അതെല്ലാം തന്നെയാണ് നമ്മൾ ഈ റിഫ്ലെക്സ് ആക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് നമ്മളെ സുഷ്മ്ന നാഡി.
ഇനി സുഷ്മിനേൻ്റെ ഉള്ളിൽ സെൻട്രൽ കനാലിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. നമ്മൾ ബ്രെയിനിലുണ്ട്, മെനിഞ്ചസിനിടയിലുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതെവിടെയും കൂടിയുണ്ട്, സുഷ്മിനയുടെ ഉള്ളിലുള്ള സെൻട്രൽ കനാലിലും നിറഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് ഓർക്കുക. ഇനി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്ക് സംവഹനം ചെയ്യുന്നത് സുഷ്മന ആണ്. ഇനി ഇതിൽ സംവേദ ആവേഗങ്ങൾ സുഷ്മനയിൽ പ്രവേശിക്കുന്നത് ഡോർസൽ റൂട്ടിലൂടെയാണ്. അതിൻ്റെ ടെക്നിക്കലായിട്ടൊന്നും നമ്മൾ പറയുന്നില്ല, അപ്പോൾ ഈ പോയിന്റുകളൊന്നും ഓർത്ത് വെച്ചാൽ മതി. സംവേദ ആവേഗങ്ങൾ സുഷ്മനയിൽ പ്രവേശിക്കുന്നത് ഡോർസൽ റൂട്ടിലെവിടെയാണ്. എന്നാൽ പ്രേരക ആവേഗങ്ങൾ സുഷ്മനയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് വെൻട്രൽ റൂട്ടിലൂടെയാണ്. അതായത് സംവേദ ആവേഗങ്ങൾ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നമ്മളിപ്പോൾ പാമ്പാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ കാല് വെക്കാൻ പോവില്ലേ, അപ്പം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ വിചാരിച്ചു എന്ന് പറയുന്നില്ലേ, ആ ഒരു ആവേഗത്തെയാണ് നമ്മൾ സംവേദ ആവേഗങ്ങൾ എന്ന് പറയുന്നത്. സുഷ്മനയിലേക്ക് എത്തുന്ന ആവേഗങ്ങളെയാണ് സംവേദ ആവേഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി സുഷ്മനയിൽ നിന്ന് നമുക്ക് ആ കാല് പിൻവലിക്കാനുള്ള ഒരു റിഫ്ലെക്സ് ആക്ഷൻ വരില്ലേ, സുഷ്മനയിൽ തിരിച്ച് നമ്മളുടെ കാലിലേക്ക് ആ ആവേഗം എത്തുമ്പോഴാണ് നമ്മളതിനെ കാല് എടുക്കുന്നത്. ആ ആവേഗത്തെയാണ് നമ്മൾ പ്രേരക ആവേഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സംവേദ ആവേഗങ്ങൾ സുഷ്മനയിലേക്ക് പ്രവേശിക്കുന്നതിന് ആ ഒരു ഭാഗത്തെ പറയുന്നത് ഡോർസൽ റൂട്ട് എന്നാണ്. എന്നാൽ സുഷ്മനയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന പ്രേരക ആവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെയാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ പറയുന്നു. ഇനി ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളെയാണ് നമ്മൾ റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി റിഫ്ലെക്സ് പ്രവർത്തനങ്ങളിൽ ആവേഗങ്ങളുടെ സഞ്ചാരപാതയെ നമ്മൾ റിഫ്ലെക്സ് ആർക്ക് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ കാലിൽ നിന്നുള്ള ആവേഗം നമ്മൾ സുഷ്മനയിലേക്ക് എത്തുന്നു, അതായത് സംവേദാവേഗങ്ങൾ സുഷ്മനയിലേക്ക് എത്തുന്നു, പ്രേരകാവേഗങ്ങൾ താഴേക്ക് നമ്മൾ തിരിച്ച് കാലിലേക്ക് പോകുന്നു. ഇതിനെ നമ്മൾ റിഫ്ലെക്സ് ആർക്ക്, ഇതിൻ്റെ സഞ്ചാരപാതേനെയാണ് നമ്മൾ റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ എന്നെല്ലാം പറയുന്നത് നമ്മുടെ സുഷ്മനയുമായി ബന്ധപ്പെട്ടാണ് മോസ്റ്റ്ലി റിഫ്ലെക്സ് ആക്ഷൻസ് ഒക്കെ നടക്കുന്നത്. എന്നാൽ സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലെക്സുകളെ നമ്മൾ സെറിബ്രൽ റിഫ്ലെക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ണിൽ പ്രകാശം പതിക്കുമ്പോൾ നമ്മൾ കണ്ണ് ചിമ്മുന്നത് സെറിബ്രൽ റിഫ്ലെക്സിനാണ് കാരണം. ഈ റിഫ്ലെക്സ് ആക്ഷൻ്റെ ഉപജ്ഞാതാവ് ഇയാൻ പെട്രോവിച്ച് പാവ്ലോവ് ആണ്. ഓക്കെ, ഇയാൻ പെട്രോവിച്ച് പാവ്ലോവ് ആണ് ഈ റിഫ്ലെക്സ് ആക്ഷൻ എന്നുള്ളത് കണ്ടുപിടിച്ചത്. ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നുണ്ട്, സുഷ്മനയിൽ കൂടെയും ഈ റിഫ്ലെക്സ് ആക്ഷൻ സംഭവിക്കുന്നുണ്ട് എന്നെല്ലാം കണ്ടുപിടിച്ചത് ഇയാൻ പെട്രോവിച്ച് പാവ്ലോവ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സുഷ്മന നാഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാനുള്ളത്. റിഫ്ലെക്സ് ആക്ഷൻ്റെ കാര്യം നോക്കണം, അതുപോലെ തന്നെ സുഷ്മന സ്ഥിതി ചെയ്യുന്നത് ന്യൂറൽ കനാലിലാണ് എന്നുള്ളതും, അതുപോലെ സുഷ്മനയെ പൊതിഞ്ഞ് മെനിഞ്ചസ് ഉണ്ട്, അതിനിടയിൽ സെറിബ്രോസ്പൈനൽ ദ്രവവും ഉണ്ട് എന്നുള്ളതും കൂടി ഒന്ന് ഓർക്കുക. ഓക്കെ, അത്രയാണ് സുഷ്മന നാഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. അപ്പോൾ നമ്മൾ ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കം എന്നുള്ളൊരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മസ്തിഷ്കത്തിൻ്റെ 5 പ്രധാനപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ചും മസ്തിഷ്കവുമായി അതേപടി മസ്തിഷ്കത്തിൻ്റെ ഭാഗമായിട്ട് പിന്നീട് താഴത്തോട്ട് വരുന്ന സുഷ്മന നാഡിയെ കുറിച്ചും നമ്മൾ നോക്കി. മസ്തിഷ്കത്തിലെ നമ്മുടെ സെറിബെല്ലം, മെഡുല ഒബ്ലോങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ് ഇവയെക്കുറിച്ച് എല്ലാം തന്നെ PSC എന്തായാലും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവയിലെ എല്ലാം തന്നെ കൺഫ്യൂഷൻസ് ഒന്നുമില്ലാതെ ഫുള്ളായിട്ട് കറക്റ്റായിട്ട് സ്റ്റേണായിട്ട് പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. ഇത് ചെറിയൊരു ടോപ്പിക്കാണ്, എന്നിരുന്നാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് ഇത് മാത്രമായിട്ട് എടുത്ത് പറഞ്ഞതാണ് കേട്ടോ. മസ്തിഷ്കം എന്നുള്ളൊരു ഭാഗമായിട്ട് മാത്രം എടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ വേണ്ട എന്തെങ്കിലും ആവശ്യമുള്ള കോഡ്സ് അതെവിടെന്നെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴെ നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ആദ്യമായിട്ടാണ് നമ്മളുടെ വീഡിയോ കണ്ടത് എന്നുണ്ടെങ്കിൽ PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നുള്ള നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യാൻ. ഇനി ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്ര മാത്രമാണ് ഉള്ളത്. നാളെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്